ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. കുറച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സമയാസമയത്ത് പറമ്പിലും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എത്ര വയ്യാന്ന് വിചാരിച്ചാലും ഓരോന്നും ഓരോ കൃഷി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതുപോലെ തന്നെ പറമ്പൊക്കെ നമ്മൾ ക്ലീൻ ആക്കി ഇടേണ്ട സമയത്ത് ഇടണം. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ എല്ലാവർക്കും അറിയാം, പറമ്പിൽ നമുക്ക് പുല്ലൊക്കെ ധാരാളം മുളച്ചുണ്ടായിട്ട് എത്ര പറിച്ചെടുത്താലും പിന്നെയും അതുപോലെ അതിൻ്റെ ഇരട്ടിക്ക് തന്നെയാണ് വളർന്നു വരണത് അല്ലേ. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ പുല്ലൊക്കെ അങ്ങനെ തന്നെ ഇട്ടു. ഈ മഴയൊക്കെ അടുപ്പിച്ച് നിൽക്കലുണ്ടായിരുന്നത്. ശരി, അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ചെത്തി വൃത്തിയാക്കിയൊന്നുമില്ല. അപ്പോൾ വീണ്ടും 2 ദിവസമായിട്ട് നമ്മൾ അതേ പണിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വഴുതന, പച്ചമുളക് തൈകളൊക്കെയാണ്. പിന്നെ ഈ പൂവ് എന്ത് ഭംഗിയല്ലേ, ഓണക്കാലമായാൽ പൂക്കളൊക്കെ എല്ലാം ആവശ്യം തന്നെയല്ലേ അല്ലേ. അപ്പോൾ നമ്മുടെ കൊള്ളി നട്ടത്, അതിൻ്റെ അപ്പുറത്ത് കൂവുണ്ട്. ഇതിപ്പോൾ ചേന മാത്രമാണ് എൻ്റെ വീട്ടിൽ ഉണ്ടാവാതെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചേന എങ്ങനെ നട്ടാലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരെണ്ണം അതിങ്ങനെ വരുന്നുണ്ട്, ഉണ്ടായി കിട്ടിയച്ച കിട്ടട്ടോ. അപ്പോൾ നമ്മൾ പറിച്ച പുല്ലുകളൊക്കെ തെങ്ങിൻ്റെ കട വാങ്ങിയതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മൂട്ടണം. അപ്പോൾ അത് ചേമ്പ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചേമ്പും കൊണ്ടൊരു സൂത്രം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. എല്ലായിടത്തും ഇങ്ങനെ നീറ്റാക്കിയിട്ട് വന്നു കഴിയുമ്പോൾ അതൊരു സമാധാനം അല്ലേ കാണുമ്പോഴും. അപ്പോൾ അതേ കണ്ടോ, പുല്ലൊക്കെ എത്ര പുല്ലാണ് നമ്മൾ പറിച്ചെടുക്കണത്. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് ക്ലീനാക്കി തെങ്ങിൻ്റെ തടത്തിലേക്ക് ഇട്ടു. തെങ്ങുകളുടെ തടത്തിലേക്ക് ആവശ്യമായ, നമ്മൾ പണ്ട് തോലിടുക എന്ന് പറയും, ആ തോലിന് ആവശ്യമായ പുല്ലുകളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തെങ്ങിൻ്റെ തടം നമ്മൾ മൂടിയപ്പോൾ അതിൻ്റെ അവിടെ തന്നെ ചേമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കട്ടെ വിചാരിച്ചു, കളയണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ചേമ്പിൻ്റെ തണ്ട് കൊണ്ടൊക്കെ നമുക്ക് കറികൾ ഉണ്ടാക്കാമല്ലോ, അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ. പിന്നെ എന്തിനാണ് വെറുതെ നമ്മളത് കളയുന്നത്. പിന്നെ ചേമ്പ് എന്ന് പറയുമ്പോൾ ചേമ്പ് എനിക്കിഷ്ടട്ടോ. മോര് കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ മോര് കറിക്ക് നമുക്ക് കൊഴുപ്പ് കിട്ടാൻ ഞാൻ നല്ല എല്ലാവരും അങ്ങനെ ചെയ്യും. പക്ഷേ ഇപ്പോഴൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അധികം കഴിക്കേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളത്ര ആക്കണില്ല. പിന്നെ നമ്മൾ 2 കുട്ടി പ്ലാവുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ചക്ക ഉണ്ടായി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ മറ്റേ ഞാൻ കാണിക്കാം, ആ കുട്ടിപ്ലാവ് അതാ, ഈ പ്ലാവിൽ ചക്ക ഉണ്ടായി 3 എണ്ണം. പക്ഷേ അതിന് ഭാരം കൊണ്ട് തന്നെ ചാഞ്ഞു പോയി അത്. അപ്പോൾ നമ്മുടെ കൊള്ളിത്തടം ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് ചക്കരക്കിഴങ്ങുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെയുള്ള പുല്ലുകളൊക്കെ പറിച്ചിട്ട് ഓരോരോ തെങ്ങിൻ്റെ കടക്കിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂവ വെച്ചിട്ടുണ്ട്. അവന് കൂവ കാറ്റൊക്കെ വീശിയെന്ന് പറയും, ധനുമാസം ആവണേക്കാൾ മുന്നേ. അപ്പോൾ നമ്മൾ കാറ്റൊക്കെ വീശിയ കൂവ പറിക്കും. കൂവ പറിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു പണിയാണ്. അപ്പോൾ ഓരോരോ കാലത്ത് നമ്മൾ വേണ്ടത് ഉണ്ടാക്കണം എന്നും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാമെന്നും ഒക്കെ നമ്മൾ വിചാരിക്കാം. നമ്മളെക്കൊണ്ട് ശാരീരികമായിട്ട് വൈക്കുച്ച മാത്രമേ അതിനൊക്കെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കൂലി കൊടുത്തതൊക്കെ പണിയിപ്പിക്കണം. പിന്നെ കൂവ പറക്കണതിനൊരു കൂലി, കൂവയുടെ തോല് കളയലും അതുപോലെ അത് ഇടിച്ച് പിഴിയലും ഒക്കെ അതിനൊക്കെ ആവണം. എന്നാലും ശുദ്ധമായ സാധനം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും നമ്മൾ ഓരോ വർഷം ഇതിനായിട്ട് തന്നെ മെനക്കെടും കേട്ടോ. അപ്പോൾ കൂവയുടെ തടം ഓരോന്നായിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടൊരു 5-6 മഞ്ഞളും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതാത് കാലങ്ങളിൽ ഓരോന്ന് ചെയ്യേണ്ടി വേണ്ടാന്ന് വിചാരിച്ചിരുന്നാലും വീണ്ടും നമ്മൾ ചെയ്യും. ഇപ്പോൾ തേങ്ങയൊക്കെ കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വർഷം ഇനി തെങ്ങൊന്നും തടം എടുക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ തെങ്ങ് തടം എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം വരുമ്പോൾ വീണ്ടും തോന്നും എത്ര ആയാലും നമ്മൾ കൂലിക്ക് ആളെ വെച്ചിട്ട് പണിയിപ്പിക്കും. അപ്പോൾ അതെ, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ മുളകുകൾ വെച്ചിട്ടുണ്ട്. ചീനി മുളകും ഉണ്ട്, ഇങ്ങനത്തെ മുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ചട്നി അരയ്ക്കാനും നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ വെച്ചാൽ ഇങ്ങനത്തെ മുളകുകളൊക്കെ ടേസ്റ്റ്. നമ്മൾ വാങ്ങിക്കുന്ന മുളകിന് ചട്നി അരച്ചാൽ ഒരു സ്വാദും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി എന്നാൽ ചീനി മുളക് ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യം പൊട്ടിക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അതെ, ഇവിടെയൊക്കെ തെങ്ങിൻ്റെ തടം മൂടിയിട്ടുണ്ട്. ഇനിയുണ്ട് 1-2 ദിവസത്തെ പണി. നമ്മൾ 2 ദിവസത്തേക്ക് വിളിച്ചാലും നമുക്ക് പണികൾ തീരില്ല കേട്ടോ. അപ്പോൾ ഞാൻ വർഗീസായിട്ട് അവിടെ കളയ്ക്കുന്നതൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെയൊക്കെയാണ് ഓരോരോ വിശേഷങ്ങൾ. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളായിട്ട് നമ്മൾ പങ്കുവെച്ചു എന്ന് മാത്രം. നമ്മൾ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വയ്യാന്ന് വിചാരിച്ചാലും നമ്മൾ ചെയ്തു പോവും. കാരണം അത് നമ്മുടെ ശീലമായി പോയില്ലേ. അപ്പോൾ നമുക്കത് ഇല്ലാതിരിക്കാനായിട്ട് പറ്റില്ല, ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റണില്ല കേട്ടോ. എനിക്ക് തീരുമാനം നമ്മൾക്ക് കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന, കുട്ടീനെ എടുക്കാൻ പോലും പറ്റണില്ല. അവനച്ചപ്പോൾ ഒരടി നടിച്ച് നടക്കേണ്ട പ്രായമാണ്. കണ്ടോളം ഉമ്മർത്ത സ്റ്റെപ്പ് ഇറങ്ങും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് അവനെടുത്തുകൊണ്ട് മാറുമ്പോൾ എപ്പോഴും നമ്മൾ കുനിഞ്ഞെടുക്കില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന വരും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും. അപ്പം ഞാൻ അവനോട് പറയും, അച്ചമ്മയ്ക്ക് വയ്യ ഉണ്ണി എന്നൊക്കെ പറയും കേട്ടോ.
ഇതേ കുമ്പളം പൂത്തിട്ടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ചേമ്പിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ചേമ്പിൻ്റെ നിന്ന് ഞാൻ 2 തണ്ട് മുറിച്ചു കേട്ടോ. 2 3 തണ്ട് മുറിച്ചു. എന്താ കറി വയ്ക്കുക എന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. മാത്രമല്ല നമുക്ക് എല്ല് തേയ്മാനത്തിനും അതുപോലെ മറ്റ് പല അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ചേമ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേമ്പിൻ്റെ തണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് 3 മുറിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി നുറുക്കിയോടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പിലേക്ക് ഞാൻ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഒറ്റ വിസിൽ വരട്ടെ കുക്കർ. ആ സമയം നാളികേരവും ജീരകവും അതുപോലെ 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുക്കർ വിസിലൊക്കെ വന്നതായി ഈ പരിവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്തതിന് ശേഷം 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇളക്കി നോക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അതിന് ശേഷം ഞാൻ തീ ഓഫാക്കി ഇനി ഉള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് മൂപ്പിക്കുകയാണ്. അതിലേക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് മൂപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്, നല്ലൊരു നാടൻ കറിയാണ്. ഞാൻ അതിന് മുൻപ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിട്ടൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതായതുകൊണ്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ വീട്ടിലത്തെ സാധനമല്ലേ, വിഷമൊന്നും ഇല്ലാത്തതല്ലേ. നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി തന്നെ വളരെ മോശമാണ്. പറ്റുന്ന സമയത്ത് ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലുള്ള പറമ്പിലുള്ള നാടൻ കറികൾ വെച്ച് ഉണ്ടാക്കുക തന്നെ. അപ്പോൾ അതൊക്കെ തന്നെ, അതിലൊരു മോശമൊന്നുമില്ല. ചിലവർക്ക് അങ്ങനെയൊക്കെ പറയാൻ മോശം കേട്ടോ. അയ്യോ ചേമ്പും തണ്ട കൂട്ടാൻ എന്നൊക്കെ പറയാൻ മോശം. അതുപോലെ മുരിങ്ങയുടെ ഇല വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കറി വെച്ചാൽ അന്ന് മുരിങ്ങയുടെ ഇല അങ്ങനെ പറയണോടത്തുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും താല്പര്യമില്ല. അവർ ഇന്നത്തെ നമ്മളെപ്പോലെ എത്ര വയ്യാച്ചാലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല. ആരും അതിനൊന്നും മെനക്കിടില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, അത് വടക്കാഞ്ചേരി മേൽപ്പാലത്തിൻ്റെ അവിടെ അന്ന് മഴയൊക്കെ പെയ്തിട്ട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ വടക്കാഞ്ചേരി ഭാഗത്ത്, ആ ഭാഗത്താണ് കേട്ടോ. മേൽപ്പാലം വന്ന് 2 സൈഡും പൊളിച്ചെടുത്തിട്ട് നടുക്കൂടെയാണ് റോഡ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് അത് കേട്ടോ, കണ്ടോ അങ്ങനെ ഇടിഞ്ഞ് വീണിട്ട്. ഇനി മഴയൊക്കെ പെയ്തത് എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. വീടൊക്കെ താഴേക്ക് പോരണ പോലെ. പിന്നെ ഞാൻ ഈ ശബ്ദം കൊടുക്കുന്ന സമയത്ത് ഞെക്കിക്കുട്ടനും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാവും. അതുപോലെ ഞാൻ നടന്നും കൊണ്ടാണ് ശബ്ദം കൊടുക്കണത് കേട്ടോ. കാരണം അവനെയും കൊണ്ടിട്ട് ഇങ്ങനെ ഒരിത്തിരി ഇരിക്കില്ലല്ലോ. അപ്പോൾ അവനെയും കൊണ്ട് ഇങ്ങനെ നടന്നിട്ടാണ് ഞാൻ ശബ്ദം കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.